ഇന്നത്തെ കോടതിയുടെ ഇടപെടൽ തന്നെയാണ് ഏറ്റവും മൂർച്ചയുള്ളത്. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്ന, വളരെ നല്ല കുട്ടിയായിട്ട് നിൽക്കുന്ന ഒരു ബോബി ചെമ്മണ്ണൂറിനെ നമുക്ക് കാണാൻ പറ്റി. അദ്ദേഹത്തിന്റെ ആഹ് എന്താ പണത്തിന്റെ ഹുങ്കും അധികാരത്തിന്റെ അഹന്തയും എല്ലാം നിഷ്പ്രഭമായി പോയ ഒരു കോടതി ഇടപെടൽ കാണാൻ പറ്റിയതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ഇനി ഇങ്ങനെയുള്ള വഷളത്തരോ ദ്വയാർത്ഥ പ്രയോഗമോ ആഭാസത്തരോ ഒന്നും പൊതുവേദികളിൽ അദ്ദേഹം ചെയ്യില്ല ആ, എന്ന ഉള്ളൊരു വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകാനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷനോ അദ്ദേഹത്തിന്റെ സ്വഭാവം മാറിയെന്നോ എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ ഈ ഒരു ഭയം, അതായത് എന്ത് വേണമെങ്കിലും ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള സ്ത്രീയോ ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയോ എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള ആ ഒരു ധാർഷ്ട്യം, ആ ഒരു അഹന്ത ഇല്ലാതായി പോയിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂറിന്റെ മാത്രമല്ല, അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന, അദ്ദേഹത്തിന് ജയ് വിളിക്കുന്ന എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു വലിയ നല്ല താക്കീതും കൂടിയായി കോടതിയുടെ ഇന്നത്തെ ഇന്റർവെൻഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മുടെ സമൂഹം വളരെ കൃത്യമായിട്ടുള്ള ദിശയിലേക്ക് നമ്മുടെ സമൂഹത്തിനെ കൊണ്ടുപോകാൻ ഏറ്റവും പറ്റിയൊരു വിധിയാണ്. ആ വിധിയുടെ വാക്കുകൾ തന്നെ നോക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഫെമിനിസ്റ്റുകളൊക്കെ പ്രയോഗിക്കുന്നത് പോലെയുള്ള വാക്കുകൾ നമുക്ക് അതിനകത്ത് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ബോഡി ഷെയ്മിങ് പാടില്ല എന്നും, ഒരാളുടെ ശരീരപ്രകൃതി എന്താണോ അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ചർച്ചയിൽ മറ്റൊരാൾക്ക് ഇടപെടാനുള്ള യാതൊരു വിധത്തിലുള്ള അധികാരവും ഇല്ലെന്ന് എന്റെ ചോദ്യം, ഇന്നലത്തെ ഈ ജാമ്യ ഉത്തരവ് വായിച്ചതിന് ശേഷം വൈകിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയായിരുന്നു ബോബിയെങ്കിൽ, അല്പം മുൻപ് ഈ കോടതി ഇന്ന് നിർത്തിപ്പൊരിച്ചതിന് ശേഷം ബോബി പിന്നീട് മാധ്യമങ്ങളെ കണ്ടല്ലോ, ആ ഘട്ടത്തിൽ ബോബി പറഞ്ഞ അതേ വാക്കുകൾ അദ്ദേഹം ആവർത്തിക്കുമായിരുന്നോ? ഇന്നലെ അവിടെ ഒരു മാസ് ഈ പറയുന്ന വരവേൽപ്പൊരുങ്ങുകയായിരുന്നു. ഒരുപാട് പദ്ധതികളാണ് അവിടെ ഇട്ടിരുന്നത്. അങ്ങനെ ഇറങ്ങുന്ന ഒരു ബോബി ഈ രൂപത്തിൽ പ്രതികരിക്കുമായിരുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. അത് അദ്ദേഹം ഇന്നലെ തന്നെ പല പ്ലാനുകൾ ഉണ്ടായിരുന്നെന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ. കാരണം ഇന്നലെ മകരജ്യോതിയുടെ ദിവസമായിരുന്നത് കൊണ്ട് തന്നെ ഒരു ആവശ്യത്തിനുള്ള ഒരു മീഡിയ അറ്റൻഷൻ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാകണം, അല്ലെങ്കിൽ ആവശ്യത്തിന് ആൾക്കാരെ അവിടെ ഒരുമിച്ച് കൊണ്ടുവരണം. ഞാൻ മനസ്സിലാക്കിയത് പല അദ്ദേഹത്തിന്റെ തന്നെ കമ്പനികളിലും അതിലേക്ക് വരാം മാളവിക. അത് മറ്റ് സന്നാഹം ഒരുക്കൽ, അത് അല്ലല്ല, ഒരു സെക്കൻഡ്. ആ സന്നാഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബോബി ഇറങ്ങി വന്ന് പറയുന്ന വാക്കുകൾ എന്തായിരിക്കും? അതാണ് പ്രധാനം. ഇന്നലത്തെ ജാമ്യം അനുവദിച്ചതിന്റെ ഭാഗമായി അയാൾ പുറത്തു വന്നാൽ അയാൾ ഇങ്ങനത്തെ വാക്കുകൾ പറയുമായിരുന്നു: എൻ്റെ ഉദ്ദേശശുദ്ധിയിൽ ഒരാളെയും വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാറില്ല, ഏതെങ്കിലും തരത്തിൽ എൻ്റെ വാക്കുകൊണ്ട് വേദനിപ്പിച്ചെങ്കിൽ മാപ്പ് ചോദിക്കുന്നു, ഭാവിയിൽ ഞാൻ ശ്രദ്ധിക്കും. കാര്യങ്ങൾ പറയുമ്പോൾ കോടതി കൂടെ പറഞ്ഞിരിക്കുകയാണല്ലോ ഇതെല്ലാം ഇനി ശ്രദ്ധിക്കണമെന്ന്. അങ്ങനെ ഒരു നല്ല കുട്ടിയുടെ ഭാഷ്യവുമായി ഇന്നലെ ബോബി ഇറങ്ങുമായിരുന്നോ? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നേ ഇല്ല. ഇന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ വക്കീലന്മാർ, അത് സീനിയർ കൗൺസിലായിട്ടുള്ള വക്കീലന്മാർ വളരെ കോടതിയുടെ കാല് പിടിക്കുന്ന രീതിയിൽ വാദിച്ചത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത്. ജാമ്യം റദ്ദാകും എന്നുള്ള ഒരു പേടിയിലാണ് ഇന്ന് ഇത്രയും വാചകങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ വന്നിരുന്നെങ്കിൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബോബി ചെമ്മണ്ണൂർ ഷോ നമുക്ക് കാണാൻ പറ്റും.